ഒരു ഹാപ്പി സൺഡേ കേട്ടോ എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹാപ്പി അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി ചെമ്പരത്തിത്താളി ഉണ്ടാക്കലാണ്. നമ്മുടെ നാച്ചുറൽ ഷാമ്പൂ ഉണ്ടല്ലോ അതന്നെ. അപ്പോൾ ഇവിടെ ഇത് കിട്ടാനായിട്ട് നല്ല പണിയാണ്. അപ്പോൾ ഞാനിന്ന് പുറത്ത് പോയപ്പോൾ ഒരു പാർക്കിൻ്റെ സൈഡിലായിട്ട് കണ്ടപ്പോൾ പറിച്ചുകൊണ്ട് വന്നതാണ്. ഇനി ഇത് നന്നായിട്ട് കഴുകാം. റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞങ്ങൾ ചെറുതിലൊക്കെ ഇത് കൈവച്ച് നന്നായിട്ട് തിരുമ്മിയാണ് ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കി എടുത്തിരുന്നത്. ഇപ്പം നമുക്ക് മിക്സിയൊക്കെ ഉള്ളത് കാരണം അതിലൊന്ന് അടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചു. ഇനി ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നമ്മൾ തലയിൽ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രഷ്നെസ്സാണ്. ഒരു നാച്ചുറൽ ഷാമ്പൂ ആണ്, മുടിക്കൊക്കെ നല്ലതാണ്. നാട്ടിലാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള ഒന്നായിരുന്നു അത്. ഇവിടെ ഇത് കിട്ടാത്തത് കാരണം ചെയ്യാറില്ല. ഇപ്പോൾ എന്തായാലും ഇതുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് ചെയ്യാം. ഇനി ഒരു പാർക്കിലോട്ടാണ് പോണത്. അപ്പോൾ ഈ അടുത്തുള്ളൊരു പാർക്ക് തന്നെയാണ്. ഇവിടെ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ്. ഇതിൻ്റെ മുകളിലാണ് ഏറ്റവും കൂടുതൽ നേരം ഇവിടെ പോയി കഴിഞ്ഞാൽ കളിക്കാറ്. ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഇങ്ങനത്തെ സംഭവം ബുക്സിലും അതുപോലെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒക്കെ ഒരു അത്ഭുതമായിരുന്നു. അപ്പോൾ പിള്ളേർ ഇത് കളിക്കുന്നത് കാണുമ്പോൾ ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. ഫ്ലാറ്റിലിരുന്ന് ബോറടിക്കണ്ടെന്ന് വെച്ചിട്ടും പിള്ളേരുടെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പാർക്കിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇതൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതിൽ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ നമുക്കും അതിലൊക്കെ ട്രൈ ചെയ്യാൻ തോന്നും. അതിന് പ്രായം ഒന്നുമില്ല. എന്തായാലും അടിപൊളിയായിരുന്നു. ഒത്തിരി നേരം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇഷാനും കല്ലും ആണെങ്കിലും അവർക്ക് എത്ര കളിച്ചാലും മതിയാവില്ല. അപ്പോൾ കുട്ടികളുടെ ഒരു എനർജിനനുസരിച്ച് അവർക്ക് എത്ര നേരം വേണമെങ്കിലും കളിക്കാം. അപ്പോൾ നമ്മളാണ് പെട്ടെന്ന് ടയർഡായി പോവുക. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ട്രൈ ചെയ്ത് നോക്കാൻ തോന്നും. അപ്പോൾ ഏട്ടൻ ട്രൈ ചെയ്ത് നോക്കി, ഞാനും ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഊഞ്ഞാലാടാൻ പോയി. കല്ലൂസിന് അങ്ങനെ ഊഞ്ഞാലാടാനായിട്ട് പേടിയൊന്നുമില്ല. അവൾക്ക് എത്ര ഹൈറ്റിൽ വേണമെങ്കിലും ആടാനായിട്ടൊക്കെ ഇഷ്ടമാണ്. ഇഷാനൂട്ടന് ഇപ്പോഴും കുറച്ചൊക്കെ പേടിയാണ് ഇതിലിരുന്നിട്ട് ആടാനായിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ടൊരു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ഇത് നോക്കി, ഇത് ഡോഗിൻ്റെ ക്ലോത്ത്സ് ആണ് കേട്ടോ. അപ്പോൾ സെയിം നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ സെയിം തന്നെ ഡോഗിൻ്റെ ഡ്രസ്സും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഷോപ്പിൽ കാണുന്നത്. എന്തായാലും കൊള്ളാം. ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ പെറ്റാണ് കേട്ടോ ഡോഗ്. അതുകൊണ്ടായിരിക്കാം ഒരു സ്പെഷ്യൽ സെക്ഷൻ തന്നെ ഡോഗ്സിൻ്റെ ഡ്രസ്സിനായിട്ട് കൊടുത്തിരിക്കുന്നത്.